ശബരിമലയിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചെന്ന തരത്തിൽ പ്രചാരണം നടന്നെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. ശബരിമലയിൽ ദർശനം നടത്താതെ മടങ്ങിപ്പോയത് കപടഭക്തരെന്നും മന്ത്രി. ഭക്തർക്ക് പമ്പയിൽ മാല ഊരി തിരികെ പോകേണ്ട അവസ്ഥയുണ്ടായെന്ന എം വിൻസെന്റ് MLA പ്രസ്താവനയ്ക്കായിരുന്നു കെ രാധാകൃഷ്ണന്റെ മറുപടി. പല സംസ്ഥാനത്തു നിന്ന് വന്നവരിൽ നിന്ന് സർക്കാരിന് മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കേണ്ടി വന്നെന്ന് PC വിഷ്ണുനാഥ് MLA പരിഹസിച്ചു. ഈ വർഷത്തെ തീർത്ഥാടനം വളരെയേറെ ദുരിതപൂർണമായിരുന്നു എന്നും അങ്ങേക്ക് തന്നെ നവകേരള സദസ്സിൽ നിന്ന് വന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു എന്നുള്ള ശ്രദ്ധയുണ്ട്. സാർ, ചരിത്രത്തിലാദ്യമായി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ട് പന്തളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് മാലയൂരേണ്ടുന്ന അവസ്ഥ വരെ ഈ വർഷം ഉണ്ടായിട്ട് അംഗീകരിക്കുന്നു. ഈ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ലേ ഈ ഭക്തജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത്രേ ഉള്ളൂ. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയും അല്ലെങ്കിൽ വിമർശനങ്ങളിലൂടെയുമാണ് കഴിഞ്ഞ മണ്ഡലകാലം കടന്നുപോയത് എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അവിടെയാണ് പ്രതിപക്ഷ MLA-മാർ ഈ ചോദ്യങ്ങളും ഒപ്പം തന്നെ പരാമർശങ്ങളും ഒക്കെ നടത്തുന്നത്. പക്ഷേ മന്ത്രിക്ക് മറുപടി നൽകാമായിരുന്നു. പക്ഷേ ഈ കപട ഭക്തരൊക്കെ എന്നുള്ള പ്രയോഗമൊക്കെ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടോ? എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? എം വിൻസെന്റ് MLA ആണ് ഈ വിഷയത്തിൽ ചോദ്യം ഉന്നയിച്ചത്. ശബരിമലയിൽ സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ള പ്രതിസന്ധി, ദുരിതം ഭക്തർക്ക് നേരിടേണ്ടി വന്നു. ദുരിതകാലമായിരുന്നു ഈ തീർത്ഥാടന കാലം എന്നുള്ളതായിരുന്നു വിൻസെന്റ് പറഞ്ഞു വെച്ചത്. അതിനുള്ള മറുപടിയായാണ് കെ രാധാകൃഷ്ണൻ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതായത് പമ്പയിൽ വന്ന് മാലയൂരി മുകളിലേക്ക് പോകാൻ സന്നിധാനത്തേക്ക് പോകാൻ കഴിയാതെ ഭക്തർക്ക് മടങ്ങേണ്ടി വന്നു എന്നൊരു കാര്യം പറഞ്ഞ വിൻസെന്റിനുള്ള മറുപടിയായിരുന്നു രാധാകൃഷ്ണൻ്റേത്. രാധാകൃഷ്ണൻ പറഞ്ഞത് യഥാർത്ഥ ഭക്തരാരും മാലയൂരി മടങ്ങിപ്പോയിട്ടില്ല. എല്ലാവരും സന്നിധാനത്തെത്തി ദർശനം നടത്തി മാത്രമാണ് മടങ്ങിയത്. മടങ്ങിപ്പോയത് കപടഭക്തരാണ് എന്നുള്ളതാണ് രാധാകൃഷ്ണന്റെ പ്രതികരണം. ആ ഒരു വാക്ക് ആണ് അല്പം പ്രശ്നമായിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം വീണ്ടും സംസാരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ വലിയ ബുദ്ധിമുട്ടുകൾ ഭക്തർക്കുണ്ടായി എന്നുള്ള തരത്തിൽ പല വ്യാജ പ്രചരണങ്ങളും നടന്നു എന്ന കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്. അവിടെ ഭക്തരെ പോലീസുകാർ മർദ്ദിക്കുന്ന തരത്തിലുള്ള അത്തരത്തിൽ പ്രചരണം നടത്തി. അങ്ങനെ ചില വ്യാജ പ്രചരണം കൂടി നടന്നു. ആന്ധ്രയിൽ നടന്ന ഒരു മർദ്ദനത്തിന്റെ ദൃശ്യം പങ്കുവെച്ചത് ശബരിമലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്നൊരു കാര്യം മന്ത്രി പറഞ്ഞു. അതോടൊപ്പം ഈ ഭക്തർക്ക് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ പിന്നീട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി അവകാശപ്പെടുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല തീർത്ഥാടന കാലത്തുണ്ടായ പ്രതിസന്ധി സമയത്ത് നവകേരള സദസ്സിന്റെ ഭാഗമായിരുന്ന മന്ത്രി അവിടെ നിന്നും സന്നിധാനത്ത് എത്തേണ്ട, പമ്പയിൽ എത്തേണ്ടൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ആ ഒരു വിഷയമാണ് പ്രതിപക്ഷം എന്തായാലും ഉന്നയിച്ചത്. അതിനുശേഷം വീണ്ടും സംസാരിച്ച MLA-മാർ ഈ വിഷയം തന്നെ, പ്രതിപക്ഷ MLA-മാർ ഈ വിഷയം തന്നെ ഉന്നയിച്ചു. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് PC വിഷ്ണുനാഥിന്റെ പരാമർശം. പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകൾ പല ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്നത് സർക്കാരിന് നല്ലതല്ല എന്നും വിഷ്ണുനാഥ് പരിഹസിച്ചു. എന്നാൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നത് അവിടെ വന്ന് ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച ആളുകളുടെ രാഷ്ട്രീയ അജണ്ട വ്യക്തമാണ് എന്നുള്ളതായിരുന്നു മന്ത്രി ഇതിന് മറുപടിയായി പറഞ്ഞത്. എന്തായാലും ആ വിഷയത്തിലെ ചോദ്യോത്തരവേള അവസാനിച്ചിട്ടുണ്ട്. ചോദ്യോത്തരവേളയിലാണ് ഈ വിഷയങ്ങൾ കടന്നു വന്നത്. മന്ത്രിയുടെ ഈ ഒരു പരാമർശം എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. കപടഭക്തർ റോഡരികിലും വഴിയിലുമൊക്കെ നിലയ്ക്കലിലൊക്കെ വാഹനം കുടുങ്ങി കിടക്കുമ്പോൾ വഴിയരികിലൊക്കെ പ്രതിഷേധിക്കുന്ന ഭക്തരെ നമ്മൾ അന്ന് കണ്ടതാണ്. ഈ തീർത്ഥാടകരൊക്കെ തന്നെയും കൃത്യമായിട്ട് രാഷ്ട്രീയ അജണ്ടയുമായി വന്നവരെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ പറയുന്നുണ്ടോ മന്ത്രി? അവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച പമ്പയിലും എരുമേലിയിലും നമ്മൾ പ്രതിഷേധം കണ്ടു. അങ്ങനെ പ്രതിഷേധിച്ച ആളുകൾക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നു. മറ്റു ഭാഷകളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചവർ, അവർ മുദ്രാവാക്യം വിളിച്ചത് സൗകര്യക്കുറവ് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടല്ല. അവർ മുദ്രാവാക്യം വിളിച്ചത് മുഖ്യമന്ത്രിക്കെതിരാണ്. അതിനു പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ട എന്ത് എന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. PC വിഷ്ണുനാഥിന് മറുപടിയായി പറഞ്ഞത് ഇനിയിപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ അജണ്ട ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. പക്ഷേ ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ കൊണ്ട് നിരന്തരമായി കുറ്റം കേൾപ്പിക്കേണ്ടി വരുന്നത്, പരാതി കേൾപ്പിക്കേണ്ടി വരുന്നത് സർക്കാരിന് നല്ലതാകില്ല എന്നൊരു കാര്യമാണ് PC വിഷ്ണുനാഥ് പറഞ്ഞത്. ഈ മന്ത്രിയുടെ പരാമർശങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചയാകാനുള്ള സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ചോദ്യോത്തരവേള അവസാനിച്ച് സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുകയാണ്. അക്ഷയ്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും